നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാനും അല്ലാതെയൊക്കെ വിളിക്കുന്ന അവിടുത്തെ ഈ ലോറി ഡ്രൈവർമാരോടും അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുമ്പോൾ അവർ നിരന്തരം, അവർ മാത്രമല്ല ഈ പറഞ്ഞ ലോറി ഡ്രൈവർമാർ, വലിയ വണ്ടി ഡ്രൈവർമാർ നിരന്തരം പോകുന്ന ഒരു ദേശീയപാതയാണ്, അത് പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. അല്ല, അവർക്കൊക്കെ അറിയാം ഈ പറയുന്ന ഈ ചായക്കടയെക്കുറിച്ച് അവർക്കൊക്കെ അറിയാം. ആ കാര്യം അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കറിയാം, ഈ ദേശീയപാതയോരത്ത് ഗംഗാവലി പുഴയിൽ ഇറങ്ങി കുളിക്കുക, എന്താണ് അത്യാവശ്യം തുണിയൊക്കെ നനയ്ക്കുക, അവിടെ അല്പസമയം വിശ്രമിക്കുക, ഈ പറഞ്ഞ ചായക്കടയിൽ കയറി ചായ കുടിക്കുക. ഈ കാണുന്ന സ്ഥലത്താണ് ഈ ചായക്കട നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ചായക്കടയൊക്കെ മണ്ണ് മൂടി കിടപ്പാണ്. SKN അവിടെ ആണെങ്കിൽ ഇന്നലെ അവിടെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു, ഈ ചായക്കടയ്ക്കുള്ളിൽ ആ സമയം 10-12 പേർ, ഇപ്പോൾ ആ ലോറി ഉടമ മനാഫ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ചായക്കടയ്ക്കുള്ളിൽ ആ സമയം 10-12 പേർ ആ സമയം ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ചായക്കട, ഒരു വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിൽ കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ചായക്കടയാണ്. 10-12 പേർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അവരെക്കുറിച്ച്, അവരുടെ വേറെ ബോട്ട്സിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യമായ യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഒന്നും കാണാനില്ല. SKN അവിടെ എന്താണ് വലിയ അളവിൽ ഒരു 4 നില പൊക്കത്തിലൊക്കെ മണ്ണിടിഞ്ഞ് വീണ് കിടപ്പാണ്. നമ്മളവിടെ പോയി നമ്മുടെ ക്യാമറയുടെ എന്താണ് വൈഡ് ആംഗിൾ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത ശരിക്കും മനസ്സിലാവും. ഒരു വലിയ മല ചെത്തി വീണതുപോലെ മണ്ണ് മുഴുവൻ ഒരു 2 തെങ്ങ് ആഴത്തിലേക്കൊക്കെ ഇങ്ങനെ ആഴത്തിൽ വീണ് കിടപ്പാണ്. ഈ കാണുന്ന ഗംഗാവലി പുഴ 25 അടി 30 അടി താഴ്ചയുള്ള പുഴയാണ്. ആ പുഴയിൽ മണ്ണ് വീണ് അത് നികന്ന് ഈ ഗംഗാവലി പുഴയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ മൺകൂര നിൽക്കുന്നത് നമ്മൾ കണ്ടു. SKN അതൊക്കെയാണ്. ഇവിടെ നമുക്ക് നേരത്തെ കാണാം, ഇതിൽ ഈ ഷിരൂർ സ്ട്രീറ്റിൻ്റെ ഒരു പഴയ ചിത്രം കാണാനുണ്ട്. നേരത്തെ കാണുന്ന ചിത്രമാണ് അവിടെ കാണുന്നത്. ഈ പറയുന്ന വണ്ടി കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ ഷിരൂരിൻ്റെ ഭാഗത്തിൻ്റെ ഒരു മേഖലയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വലിയ പ്രാർത്ഥനാപൂർവ്വം അവിടെ കാത്തിരിക്കുകയാണ്. അവിടെ ഉറപ്പായും SKN നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ ഉള്ള അനാസ്ഥയുടെ കഥ ഉറപ്പായുമുണ്ട്. അതിപ്പോൾ പറയേണ്ട സമയമല്ല. എങ്കിൽ കൂടിയും അത് പറഞ്ഞു പോകാതിരിക്കുന്ന നിവൃത്തിയില്ല. ആദ്യത്തെ 48 മണിക്കൂറിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ഈ മനാഫും അവരുടെ ബന്ധുക്കൾ അവിടെ തന്നെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇങ്ങോട്ടേക്ക് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. GPS ലൊക്കേഷൻ അടക്കം നേരത്തെ പറഞ്ഞതാണ്. അർജുൻ്റെ ഫോൺ ബെല്ലടിച്ചു നേരത്തെ പറഞ്ഞാണ്. ആദ്യഘട്ടത്തിൽ അതൊന്നും കേട്ടില്ല. അതിനുശേഷം ഇന്നലെ രാവിലെ 10 ഈ പറയുന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന് പറഞ്ഞാൽ ഈ ടെറൈൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അത്യാധുനികമായ സാങ്കേതികവിദ്യ വരുന്നത്. അതും അത്യാധുനിക സാങ്കേതികവിദ്യ അല്ല, അതിനെക്കുറിച്ച് കുറച്ചുകൂടി പവർഫുൾ റഡാർ ഉണ്ടെന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത KG താരെ പോലെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു സൂചന കിട്ടുന്നു. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന അവിടെ രക്ഷാദൗത്യത്തിന് പോയ ആൾ SKN ഇവിടെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ തലേന്നാൾ രാത്രി നമ്മുടെ എൻകൗണ്ടറിൽ പങ്കെടുത്ത് പോകുന്നുണ്ടായിരുന്നു. എൻകൗണ്ടറിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട്, ആ രക്ഷാപ്രവർത്തനം പോകുന്നത് ശരിയായ ദിശയിലേക്കാണോ എന്ന ആശങ്ക ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൃത്യം ഇന്നലെ അവിടെ പോകുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്നലെ 3 മണി വരെയും അത് ഈ മണ്ണ് നീക്കൽ അതിൻ്റെ ശരിയായ ദിശയല്ല. SKN കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു 3-4 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് വന്നത്. അതിൻ്റെ ഗുണഫലങ്ങൾ കാണാനുമുണ്ട്. ഇന്നിപ്പോൾ സൈന്യം ഇറങ്ങുന്നു. വളരെ പെട്ടെന്ന് കാർവാർ MLA അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ ആ മണ്ണ് നീക്കം പൂർണ്ണമാകുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ GPS-ൻ്റെ ഏകദേശ ലൊക്കേഷൻ പ്രകാരം ഈ നമ്മുടെ അർജുനുള്ള ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന മണ്ണിൻ്റെ ആ പ്രദേശത്തെ മണ്ണ് 1 മണിക്കൂറിനകം ഏതാണ്ട് പൂർണ്ണമായി നീക്കും. അതിൽ വണ്ടി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിൽ അർജുനുണ്ട് നമ്മുടെ ഉറപ്പായും പ്രതീക്ഷയുണ്ട്. അർജുൻ കരുത്തോടെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി വലിയ കരുത്തുറ്റ വണ്ടിയാണെന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഭാരത് ബെൻസിൻ്റെ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ക്യാബിൻ അത് കമ്പനി മേഡ് ക്യാബിനാണ്. ഒരു 15 വർഷത്തേക്ക് അത് പിന്നെ പണിയേണ്ടതില്ലാത്ത രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് നല്ല കരുത്തോടു കൂടി പറയുന്ന ക്യാബിനാണ്. ആ ക്യാബിൻ അത്യാവശ്യം വലിയ കല്ലൊന്നും ഇടിഞ്ഞ് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 3 ദിവസം മുതൽ 10 ദിവസം വരെ അതിനുള്ളിൽ സുരക്ഷിതമായി കഴിയാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു SKN. അർജുൻ ഉറപ്പായും തിരികെ എത്തും. SKN. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് ഈ പറയുന്ന ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഭൂമിശാസ്ത്രമായ കിടപ്പും മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമാക്കിയത്. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അത് ഇടത്താവളമായിരുന്നു. ആ ചായക്കട പൂർണ്ണമായി അപ്രത്യക്ഷമായി. മണ്ണിനടിയിൽ 10ഓളം മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കർണാടകത്തിലെ 2 പേരുൾപ്പെടെ, അർജുൻ ഉൾപ്പെടെ 3 പേരാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്.